വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങൾക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാകും. അത്തരത്തിലൊരു കഥയാണ് എം.ടി. വാസുദേവൻ നായരുടെ ആദ്യ ഭാര്യ പ്രമീള നായരെക്കുറിച്ചുള്ള ഒരു പുസ്തകം. അപ്പോൾ ഇന്നത് വളരെയേറെ വിവാദമായി കൊണ്ടിരിക്കുകയാണ് എം.ടി. സ്പേസ്. അപ്പോൾ എം.ടി. വാസുദേവൻ നായരും പ്രമീള നായരും ഒരു പാരലൽ കോളേജിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന സമയത്താണ് അവർ പരിചയപ്പെടുന്നതും വിവാഹത്തിലേക്ക് എത്തുന്നതും. ഒരു വിപ്ലവകാരിയായിരുന്ന എം.ടി. വാസുദേവൻ നായർ അമ്പലത്തിലോ പള്ളിയിലോ പോകാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവർ രജിസ്റ്റർ മാരേജ് ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ. അവർ ഒന്നിച്ച് താമസിക്കുകയാണ് ചെയ്തത്. വീട്ടുകാരുടെ എതിർപ്പുകളെയൊക്കെ അവഗണിച്ച് അവർ ഒന്നിച്ച് താമസിച്ചു. അപ്പോൾ പ്രമീള നായർ നല്ല സമ്പന്നതയുടെ കുടുംബത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇംഗ്ലീഷിലൊക്കെ തന്നെയും ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയിട്ടുള്ള നല്ല ഇംഗ്ലീഷിൽ വളരെ പരിജ്ഞാനമായിട്ടുള്ള ഒരു വ്യക്തി, നല്ലൊരു എഴുത്തുകാരിയുമായിരുന്നു പ്രമീള നായർ. അങ്ങനെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്കൊരു പെൺകുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിൻ്റെ പേര് സിത്താര. അവരുടെ ദാമ്പത്യ ജീവിതത്തിന് ആകെ ഒരു 11 വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരുടെ മകൾ സിത്താരയെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ സരസ്വതി ടീച്ചറുമായിട്ട് എം.ടി. വാസുദേവൻ നായർ അടുക്കുകയാണ്. ആ സമയത്ത് എം.ടി. വാസുദേവൻ നായരിന് മാതൃഭൂമിയിൽ ജോലി കിട്ടി. അങ്ങനെ അവർ വിപ്ലവകാരിയായിരുന്ന എം.ടി. വാസുദേവൻ നായർ അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു. അതിനുശേഷം അപ്പോഴേക്കും തന്നെ പ്രമീള നായരും എം.ടി. വാസുദേവൻ നായരും തമ്മിൽ വേർപിരിഞ്ഞിരുന്നു. പിന്നീട് സിത്താരയ്ക്കൊപ്പം തൻ്റെ മകളോടൊപ്പം പ്രമീള നായർ അമേരിക്കയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആരോടും ഒരു പരാതിയും ഒരു പരിഭവവും പറഞ്ഞില്ല. അപ്പോൾ എം.ടി. വാസുദേവൻ നായരുടെ ആദ്യകാല എഴുത്തുകളൊക്കെ തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നത് പ്രമീള നായരായിരുന്നു. അവരുടെ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ലോകമെമ്പാടും അറിയണമെന്ന് പ്രമീള നായർ ആഗ്രഹിച്ചു. തൻ്റെ മരണക്കിടക്കയിൽ അവസാന നാളുകളിൽ ക്യാൻസർ വന്ന് മരിക്കുമ്പോൾ എം.ടി. വാസുദേവൻ നായരെ കാണണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചെങ്കിലും എം.ടി. വാസുദേവൻ നായർ അവരെ കാണാൻ കൂട്ടാക്കിയില്ല. അത് വളരെ വേദനയുള്ള ഒരു നിമിഷമായിരുന്നു. ഒരുപാട് പേര് അതിനെക്കുറിച്ച് ഒരുപാടെടുത്ത് പരാമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ളത് എന്തെന്ന് നാം കേൾക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ എം.ടി. സ്പേസ് എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചില്ല. തീർച്ചയായിട്ടും ഞാൻ ആ പുസ്തകം വായിക്കുന്നതാണ്.